ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ മറ്റൊരു വിമാനം കിടപ്പുണ്ട്. നമ്മൾ നേരെ ടൗണിൽ കൂടെ കയറി തന്നെ നമ്മൾ പോവാണ്. നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴയായി കേട്ടോ. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെയറും പാതകങ്ങളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ചീറ്റിപ്പോയി. ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നിങ്ങൾ പക്ഷേ ഒരു വീഡിയോ കാണുമ്പോൾ മറ്റൊരു ദിവസമായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണെന്ന് ഞാൻ പറയാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കൂടാണ്, വിയൻ ഈസ്റ്റേൺ ഹൈവേ കൂടാണ്. റോഡൊക്കെ നല്ല കലക്ക റോഡാണ്. അപ്പോൾ എന്തൊക്കെ വീഡിയോസ് ആണെന്ന് ഞാൻ വഴിയേ പറയാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ മൂലൂർ സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ്. സരസകവി മൂലൂരിൻ്റെ സ്മാരകമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇലവുംതിട്ടയിലാണ് മൂലൂർ സ്മാരകമുള്ളത്. കേരളവർമ്മ തമ്പുരാനോടുള്ള ബഹുമാനം കൊണ്ട് അതിന് കേരളവർമ്മ സൗധം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ പ്രമുഖ സാമൂഹിക നായകനും അതുപോലെ തന്നെ കവിയും ഒക്കെയായിരുന്നു മൂലൂർ പത്മനാഭ പണിക്കർ. അദ്ദേഹത്തെ സരസകവി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമൊക്കെയായിരുന്നു. പോകുന്ന വഴി ഇവിടെ കുറച്ച് വിമാനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താണ്. ഇവിടെ ഒരു വിമാനം കിടപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. ഇവിടെ മറ്റൊരു വിമാനം കിടപ്പുണ്ട്. പത്തനംതിട്ട റൂട്ടിൽ പോകുമ്പോൾ കുമ്പഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ തന്നെ വിമാനങ്ങൾ നിർത്തിയിട്ടേക്ക് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ വണ്ടി നമ്മൾ വെയിലത്തിട്ടിട്ടാണ് വന്നേ. ഇനി നമുക്ക് നേരെ പോകണം. സമയം ഒത്തിരി പോയി, നല്ല വെയിലുണ്ട്. ഇനി നമുക്ക് നേരെ പത്തനംതിട്ടയ്ക്ക് വിടാം. ഈ ചെറിയൊരു ഇറക്കം ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ പത്തനംതിട്ട ടൗണിലേക്കാണ്. ഇപ്പം നമ്മൾ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒന്നില്ല നമുക്ക് റിംഗ് റോഡ് വഴി കയറി തിരിഞ്ഞു പോകാം, ഇല്ലെങ്കിൽ നേരെ തന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ് റോഡ് വഴി നേരെ ഓമല്ലൂർ കയറാം. നമ്മളെന്തായാലും ഇപ്പോൾ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ടൗണിൽ കൂടെ കയറി തന്നെ നേരെ തന്നെ നമ്മൾ പോവാണ്. വാഹനങ്ങൾ ഇങ്ങനെ റോഡിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല തിരക്കുള്ള സമയത്താണ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. നമ്മളെന്തായാലും വൈകിട്ട് ഒന്നുകൂടെ തിരിച്ച് പത്തനംതിട്ട വന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുട്ടിപ്പാറ ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പണ്ട് നമ്മളൊന്ന് പോയതാണ് അവിടെ, കുറച്ച് നാളായി പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടണമെന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് റോഡ് വഴി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു സിഗ്നലുണ്ട്. ഈ സിഗ്നൽ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓമല്ലൂർ റൂട്ടിലേക്ക് കയറണം. അപ്പം നമ്മൾ ഓമല്ലൂരൊക്കെ കഴിഞ്ഞ് കുറേയൂടെ മുന്നോട്ട് വന്നു ഒരു മുട്ടത്തുവണം എന്ന് പറഞ്ഞൊരു ജംഗ്ഷന് വന്നു. അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും പോവാണ് കേട്ടോ. നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴയായി കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ നമുക്കുള്ളൂ. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളങ്ങ് എത്തും. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം.
Your destination is on the left. ആനന്ദോപദേശം ക്ഷേത്രവും അതുപോലെ പത്മനാഭോദയം ഇംഗ്ലീഷ് സ്കൂളും ഒക്കെ സ്ഥാപിച്ചത് മുലൂരാണ്. ഇതാണ് സരസകവി മൂലൂർ സ്മാരകം. പക്ഷേ നമ്മളിവിടെ വന്ന സമയത്ത് എന്തായാലും ഇത് തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. കാര്യം ഞായറാഴ്ചയാണ്, സാധാരണ തിങ്കളാഴ്ചയൊക്കെയാണ് അവധികൾ വരേണ്ടത്. നമുക്കെന്തായാലും ഇവിടെ ഗേറ്റ് കുറ്റിയേക്കുന്നതുകൊണ്ട് മുകളിലേക്ക് പോയി ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് അവധിയാണ് എന്നെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് സരസകവി മൂലൂർ സ്മാരക മന്ദിരം. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെയൊക്കെ ആരംഭം ഇവിടെ നിന്നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ശിവഗിരിയിലെ സമ്മേളന വേദിയിൽ ഇവിടെ നിന്നും കൊണ്ടുവന്നാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചെയറും പാതകങ്ങളുമൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് അകത്ത് കയറി കാണാൻ സാധിച്ചില്ല. പക്ഷേ നമ്മൾ വേറൊരു ദിവസം വന്നിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ചീറ്റിപ്പോയി. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ചെങ്ങന്നൂർ റൂട്ടിൽ പോകണം. ആറന്മുള റൂട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്കവിടെ ഒരു പാറമടയുണ്ട്. അതിന് ഹിമാലയൻ പാറ എന്നൊക്കെയാണ് പറയുന്നത്. ആ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ നിരാശരാക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ സാരമില്ല, ഇതൊക്കെ യാത്രയിലൊക്കെ പതിവാണ്. നമുക്ക് എന്തായാലും മറ്റൊരു ദിവസം വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ പകർത്താം. നമുക്ക് ആ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഇത് തുറന്ന് കാണാൻ പറ്റുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളോട് കൂടെ വീണ്ടും തുടരുക. എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അകത്ത് കയറി വീഡിയോ എടുത്തേനെ. പക്ഷേ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പൂട്ടിയിട്ടേക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അതിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നതിന് തുല്യമാവും. അതെന്തുമായാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കില്ല, നമ്മൾ ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊരു നഷ്ടം തന്നെയാണ് എങ്കിലും നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതുന്നു.